ഹായ്. അങ്ങനെ ദൃശ്യം 3 150 കോടി എന്ന മാന്ത്രിക സംഖ്യ മറികടന്നിരിക്കുകയാണ്. അതും വെറും 5 ദിവസം കൊണ്ട്. 5 ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള കളക്ഷൻ അല്ല 150 കോടി. 4 ദിവസവും 5-ാമത്തെ ദിവസത്തെ പാതി ഷോകൾ കൊണ്ട് തന്നെ സിനിമ 150 കോടി നേടിയിരിക്കുന്നു. തീർച്ചയായും നല്ലൊരു കയ്യടി ആശീർവാദ് സിനിമാസിന്, ആന്റണി പെരുമ്പാവൂരിന്, അതുപോലെ ദൃശ്യം ടീമിന്. ഇങ്ങനെയാവണം സിനിമയെ മാർക്കറ്റ് ചെയ്യേണ്ടത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, സിനിമ 200 കോടി എത്തുമോ, 250 കോടി എത്തുമോ, അതുപോലെ 300 കോടിയിൽ എത്തുമോ, വാഴയെ മറികടക്കുമോ, ലോകയെ മറികടക്കുമോ എന്നൊക്കെയാണ്. തീർച്ചയായും ഇന്നത്തെ കളക്ഷൻ, അതായത് ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്, ഇന്നത്തെ കളക്ഷനെ ആശ്രയിച്ചായിരുന്നു സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, സിനിമ എന്തായാലും 200 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രകടനം അനുസരിച്ചായിരുന്നു സിനിമയുടെ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് എല്ലാവരും നോക്കി നിന്നത്. പക്ഷെ തിങ്കളാഴ്ച തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് തിങ്കളാഴ്ചയും ഗംഭീര തിരക്കാണ് തിയേറ്ററുകളിൽ. നാളത്തെ ബുക്കിംഗും ഗംഭീരമാണ്. ഇന്ന് മണിക്കൂറിൽ 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരുന്നത്. അതായത് 11,000, 13,000 ഈ ഒരു രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് ഓരോ മണിക്കൂറിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിചാരിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഹേറ്റേഴ്സ്, ഇന്ന് 2,000, 3,000 ആവും ടിക്കറ്റ് വിൽപ്പന, കളക്ഷൻ ഇടിയും എന്നൊക്കെയാണ്. പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്ന് ഗംഭീര ബുക്കിംഗ് ആണ്. നാളത്തെ പ്രീസെയിൽ കളക്ഷൻ തന്നെ ഇപ്പോൾ തന്നെ 2,70,00,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതായത് നാളെയും ഗംഭീര കളക്ഷനാണ്. ബുധനാഴ്ച മുതൽ അവധിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം മുതൽ ഗംഭീര കളക്ഷൻ ആയിരിക്കും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മാത്രമല്ല, GCCയിലും അവധിയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വരും. ഉറപ്പിച്ചോളൂ, 200 കോടി വളരെ പെട്ടെന്ന് തന്നെയാവും. ഈ വീക്കെൻഡോടുകൂടി ഒരുപക്ഷെ 250 കോടിയും മറികടന്നേക്കാം. തീർച്ചയായും വാഴയുടെ ഫൈനൽ കളക്ഷൻ ദൃശ്യം 3 ഈ വീക്കെൻഡ് കൊണ്ട് തന്നെ തീർക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയെക്കുറിച്ച് പല ആൾക്കാരും നെഗറ്റീവ് റിവ്യൂസും നെഗറ്റീവ് കമന്റ്സും ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. അത് സിനിമയ്ക്ക് വലിയ ഗുണമാണ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും. സിനിമ കയറിക്കൊണ്ടിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഗംഭീര കളക്ഷനാണ്. ആദ്യ വീക്കെൻഡിൽ തന്നെ സിനിമ 25 കോടി മറികടന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് വെറും 4 ദിവസം കൊണ്ട് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം 25 കോടിക്ക് മുകളിൽ പോയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ ഓരോ ദിവസവും വരുന്ന കളക്ഷൻ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അടുത്തിറങ്ങിയ തമിഴ് ചിത്രം കറുപ്പ് വലിയ വിജയമാണ്. സിനിമ 250 കോടിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ കറുപ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയ കളക്ഷൻ വെറും 4 ദിവസം കൊണ്ടാണ് ദൃശ്യം 3 മറികടന്നിരിക്കുന്നത്. അതായത് വിദേശ മാർക്കറ്റുകളിൽ ദൃശ്യം 3-ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ അവിടെ പ്രദർശിപ്പിക്കും. ഗംഭീര കളക്ഷൻ അവിടെ നിന്ന് നേടിയെടുക്കുകയും ചെയ്യും. എന്തായാലും സിനിമ 150 കോടി ഇന്ന് 5-ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ സിനിമയുടെ കളക്ഷൻ 160 കോടിക്കടുത്ത് എത്തിയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാവും എന്നറിയാനായിട്ട്. എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.